എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അറബിക് റൈസായ ചിക്കൻ മജ്ബൂസ് ആണ്. മജ്ബൂസ് മസാല ഒന്നും ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ഓയിലോ എസൻസോ കളറുകളോ ഒന്നും തന്നെ ആവശ്യമില്ലാത്തൊരു ചോറുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ മജ്ബൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മജ്ബൂസിന് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മജ്ബൂസ് മസാല ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകമാണിത്. ഇതൊരു 10ഓളം ഗ്രാമ്പുമാണ്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ട, ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതൊരു കറുത്ത ഏലക്കായാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജാതിക്കയുടെ ഉള്ളിൽ ഒരു കുരു പൊട്ടിച്ചിട്ട് ആ ഒരു കുരു ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കോലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 ബേ ലീവ്സ്, അതുപോലെ തന്നെ 2 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വറ്റൽമുളക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണ്ട. സ്റ്റൗവിൽ വെച്ച് ഇതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഷാജീര ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഷാജീരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ എല്ലാം കൂടി ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ മജ്ബൂസിന് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. 1 കിലോ ചിക്കന് 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ വരകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിലും ആഴത്തിൽ തന്നെ അത്യാവശ്യം ഒന്ന് വരകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഓയിലും നെയ്യും എല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇതുപോലൊരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബേ ലീവ്സ്, ഈ ഒരു വലിപ്പമുള്ള 3 കറുവപ്പട്ടയും ഒരു 8ഓളം ഗ്രാമ്പുമാണിത്. ഒരു 10 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ്. അപ്പോൾ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി സവാള ഇതുപോലെ അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് നമ്മളൊരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്തിട്ടുള്ള നല്ല റെഡ് കളറിലുള്ള തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പോലെ തന്നെ മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം ചേർക്കാതെ വേണം തക്കാളി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ അരച്ചെടുത്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു തക്കാളി അരച്ചതിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറുകയും വേണം. ആ ഒരു വെള്ളമയൊക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആയി നമുക്ക് കിട്ടണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളിയുടെ ഒരു പച്ച ചൊവയും മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാലയാണ്. ഈ ഒരു മസാലയിൽ നിന്ന് ഞാനൊരു 4 ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ടീസ്പൂണിലാണ് 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ വലിയ ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു ചിക്കനും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി അളന്നെടുക്കുന്ന കപ്പിൽ തന്നെ വേണം കേട്ടോ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലൊരു 3 പച്ചമുളക്, നമ്മൾ കീറൊന്നും വേണ്ട, ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. 3-4 പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഈ ഒരു വെള്ളത്തിൽ നിന്നെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂണോളം ഇതുപോലെ എടുത്തിട്ട് നമുക്കിതുപോലെ നിന്ന് വെതറി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് വെതറി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ചിക്കനിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്തതാണ്, അതുകൊണ്ട് പതിയെ വേണം നമ്മൾ ഇതുപോലെ ഒരു മസാല അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ കഷ്ണങ്ങൾ അങ്ങ് വിട്ടങ്ങ് പോവും. കുറച്ച് ഓയിലോ ബട്ടറോ ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് പാനിൽ തന്നെയാണ് കേട്ടോ ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 കപ്പ് അളവിൽ റൈസാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളിതിലേക്ക് റൈസ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ബസ്മതി റൈസ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സാധാ ബസ്മതി റൈസോ അല്ലെങ്കിൽ സെല്ല ബസ്മതി റൈസോ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ഈ ഒരു റൈസിലേക്ക് ഇതുപോലെ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മജ്ബൂസിൽ നമുക്ക് നട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ആ ഒരു ചോറ് സെർവ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ കാഷ്നട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇനി ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമുക്കൊരു ചിക്കൻ ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. ചിക്കൻ നന്നായിട്ട് വെന്തതാണ്, പക്ഷേ ഒരു പുറമേ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത്രയ്ക്ക് അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യരുത്. ചെറിയതായിട്ട് 2 സൈഡിൽ നിന്ന് മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യേണ്ടത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത് നമ്മളൊരു ചിക്കൻ വേവിച്ചിട്ടെടുത്ത ഒരു മസാലയുടെ ഒരു വെള്ളം തന്നെയാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്താണ് നമ്മൾ അരിയും വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അരി കുഴഞ്ഞു പോവാതെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അളന്നിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് 4 കപ്പ് അളവിൽ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് 4 കപ്പ് അരിക്ക് ഒരു 6 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 5.25 കപ്പ് ഉണ്ട് ആ ഒരു ചിക്കൻ വേവിച്ചിട്ടെടുത്ത വെള്ളം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് 6 കപ്പ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക കേട്ടോ. ഉപ്പ് കുറച്ച് വെള്ളത്തിൽ മുന്നിട്ട് നിന്നാൽ മാത്രമേ ചോറ് വെന്ത് വരുന്ന ഒരു സമയത്ത് കറക്റ്റ് ഉപ്പ് നമുക്ക് ആ ഒരു ചോറിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപ്പ് ഞാൻ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെട്ടി തിളച്ച് വരുന്ന ഈ ഒരു സമയത്താണ് നമ്മളൊരു അരമണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്ന അരിയാണിത്. അരമണിക്കൂറിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ടെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഒരു അരി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാവുള്ളൂ. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. ആ ഒരു തിള വന്നാൽ തന്നെ അപ്പം തന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമ്മൾ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് ആ ഒരു റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് കൂടെ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ ആ ഒരു മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തുള്ളൂ. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരു ചോറൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ആ ഒരു വിട്ട് കിടക്കുന്ന ഒരു പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്താൽ മാത്രം മതി. മജ്ബൂസിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മളൊരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. നമ്മൾ മജ്ബൂസും മന്തിയൊക്കെ ഒരു ചൂടോട് കൂടിയിട്ട് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മജ്ബൂസിൻ്റെ കൂടെ ഞാൻ ഈ ഒരു അറബിക് സലാഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തിട്ടെടുക്കാമെന്നുള്ള ഈ ഒരു സലാഡ്. അപ്പോൾ ഈ ഒരു മജ്ബൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അറബിക് സലാഡും കൂടെ ഉണ്ടാക്കണം കേട്ടോ, എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സലാഡിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാത്തത് നമ്മൾ ആദ്യം ചെയ്ത ഒരു മന്തിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മജ്ബൂസ് ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.